കർത്താവായ യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്കിങ്ങനെ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നാം അത്ഭുതത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് വന്നിരിക്കുന്നത്. ദൈവപ്രവർത്തികളുടെ ഒരു അന്തരീക്ഷത്തിലാണ് നാം വന്നിരിക്കുന്നത്. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ കേട്ടതുപോലെ അടഞ്ഞിരിക്കുന്ന പലതിനെയും തുറക്കുവാൻ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. അടഞ്ഞിരിക്കുന്ന അവസ്ഥകളെ തുറക്കുവാൻ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം, പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ പുനരുത്ഥാന ശക്തി, the resurrection power. Amen, amen, amen. Praise be to God. നാം സ്വർഗത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ്. We are in a heaven's atmosphere. അതുകൊണ്ട് തന്നെ ദൈവപ്രവർത്തികൾ നടക്കും. അടഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള അവസ്ഥകൾ തുറന്നു വരും. അത്ഭുതങ്ങൾ സംഭവിക്കും. വിടുതലുകൾ സംഭവിക്കും. Praise be to God. Hallelujah. ഒരാഴ്ചക്കാലം നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് സിലിഗുരി, ബംഗാളിന്റെ പ്രദേശങ്ങളിലായിരുന്നു. ബംഗാൾ സുവിശേഷത്തിന് വേണ്ടി തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ കഴിഞ്ഞ മാസം പാസ്റ്റർ ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ചണ്ഡീഗഡ് ആ സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരുന്നു പോയത്. അവിടെ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ, പ്രവർത്തിക്കുവാൻ കഴിയാത്ത നാഴിക എന്ന് പറയുന്ന പോലെ ഇരുണ്ടിരിക്കുന്ന അവസ്ഥകൾ നമുക്കറിയാം. രാജസ്ഥാൻ, ഗുജറാത്ത് അനേക സ്ഥലങ്ങളിൽ ഇപ്പോൾ സുവിശേഷം എത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥകളാണ്. പക്ഷെ ബംഗാൾ തുറന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. വലിയ ദൈവപ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ഒരാഴ്ച കൊണ്ട് ചെയ്തെടുക്കുവാൻ ഇടയാക്കി തീർത്തു. മാസങ്ങൾ നമ്മൾ കൊയ്തെടുക്കുന്നത് ചില ദിവസങ്ങൾ കൊണ്ട് കൊയ്തെടുക്കുവാൻ കർത്താവ് ഇടയാക്കി. ആ കാര്യങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു ദർശനം കാണുവാൻ ഇടയായിത്തീർന്നു. മക്കളോട് സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെയുള്ള ആത്മീയ മക്കൾ ഏകദേശം 10-12 വർഷങ്ങളുടെ അധ്വാനമാണ്. ഇറ്റ്സ് എ ലേബർ ഇൻ ദ ലോർഡ്. ഇവിടുന്ന് വർഷത്തിൽ 1-2 പ്രാവശ്യം പറ്റുവാണെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം കടന്നുപോയി അനേക ശുശ്രൂഷന്മാരെ റൈസപ്പ് ചെയ്യുവാൻ, അനേക മക്കളെ, ആത്മീയ മക്കളെ സ്തോത്രം ദൈവത്തിന്റെ ദർശനമായി കണക്ട് ചെയ്യുവാൻ, ദൈവരാജ്യത്തിന്റെ ആ ഭാരം അവരുടെ മേൽ ദൈവവചനത്തിന്റെ വെളിപ്പാടുകളും അഭിഷേകത്തിന്റെ ആഴവും പകർന്ന് അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റിരിക്കുന്നു. ആ കാര്യം ദൈവത്തിന് പറയാം. പക്വത പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ദൈവത്തിന്റെ ഹാർട്ട് പിടിച്ചെടുത്ത മക്കൾ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. അനേക സ്ഥലങ്ങളിൽ സഭകൾ ഉളവായിക്കൊണ്ടിരിക്കുന്നു. ഒരു നല്ല ആമേൻ പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വലിയ നിലവാരങ്ങൾ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഞാൻ അനുഭവിച്ചതിനെക്കാട്ടിലും കണ്ടതിനെക്കാട്ടിലും ഒക്കെ ചില ഗ്രൗണ്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പരിശ്രമിക്കണം. ഒരു കർഷകൻ ഉഴുതുന്ന പോലെ ഗ്രൗണ്ടുകൾ നന്നായി ഉഴുതാൽ മാത്രമേ ജനത്തിന്റെ ഹൃദയങ്ങൾ ഒരുങ്ങത്തുള്ളൂ, അന്തരീക്ഷം ഒഴുകത്തുള്ളൂ. അവിടെയാണ് ദൈവപ്രവൃത്തികൾ നടക്കുന്നത്, പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 7-4 വാക്യത്തിൽ പറയുന്ന പോലെ, എന്റെ പേർ വിളിക്കപ്പെട്ട എന്റെ ജനം, അതുതന്നെയാണ് ദൈവം എന്നെ വിട്ടത്. ഇഫ് മൈ പീപ്പിൾ, എന്റെ പേർ വിളിക്കപ്പെട്ട എന്റെ ജനം. പുറത്ത് മനസാന്തരം വെളിപ്പെടുന്നതിന് മുമ്പേ അകത്ത് മനസാന്തരം വെളിപ്പെട്ടാൽ ദൈവസഭയിൽ ദൈവജനത്തിന്റെ ഇടയ്ക്ക് ഇഫ് മൈ പീപ്പിൾ, എന്റെ ജനം, എന്റെ പേർ വിളിക്കപ്പെട്ട എന്റെ ജനം. സ്തോത്രം. നമ്മോടുള്ള ഒരു ദൂതും കൂടെയാണ്. ഇഫ് മൈ പീപ്പിൾ, എന്റെ പേർ വിളിക്കപ്പെട്ട എന്റെ ജനം, അവർ തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തിയാൽ, if they shall humble, അവർ പ്രാർത്ഥിച്ചു ദൈവമുഖം അന്വേഷിച്ച് അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് തിരിഞ്ഞാൽ, ഒരു കണ്ടീഷൻ അവിടെ വെച്ചിരിക്കുകയാണ്. These are the conditions for a true revival. ഒരു യഥാർത്ഥ ഉണർവിന് വേണ്ടി, ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വഴികളാണ്. Praise be to God. Hallelujah. ആമേൻ. അങ്ങനെ പരിശുദ്ധാത്മാവ് അനേകരെ തൊടുവാൻ ഇടയായിത്തീർന്നു. ചിലരുടെ ജീവിതങ്ങളിലേക്ക് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്ലേനായി നമ്മളിവിടെ കാണുന്ന സ്ലേനാകുന്നു. 2 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂറൊക്കെയാണ്. പക്ഷെ മണിക്കൂറുകൾ മൊസാംബിക്കിൽ നടന്നതുപോലെ ഹൈഡി ബേക്കറിന്റെ അനുഭവം അറിയാവുന്ന എത്രയുണ്ട്. ഹൈഡി ബേക്കർ കാനഡ ടൊറന്റോയിൽ ഒരു ഉണർവ് നടന്നപ്പോൾ റാൻഡി ക്ലാർക്ക് എന്ന ഒരു ദൈവമനുഷ്യൻ അന്ന് ദൈവം അവിടെ കൊണ്ടുവന്നു. അവിടെ പെട്ടെന്ന് ഒരു ഉണർവ് ആരംഭിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അനേക മിഷണറിമാർ വന്ന് ആ ഉണർവിൽ അവര് കത്തുവാൻ, അവര് വീണ്ടും ചാർജ് ആകുവാൻ, റിവൈവ്ഡ് ആകുവാൻ മുസാംബിക്കിൽ വർഷങ്ങളായി അധ്വാനിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഹൈഡി ബേക്കറിനും റോളാൻഡ് ബേക്കർ ആ ദമ്പതികൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ഒത്തിരി റിസൾട്ട് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വിഷമിച്ചിരുന്ന രോഗിയായി ഇവിടെ ദൈവപ്രവർത്തികൾ നടക്കുന്നുണ്ടല്ലോ എന്ന് കേട്ട് വന്നതാണ്. ആ സഹോദരിയുടെ മേൽ, ഹൈഡിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുവാൻ ഇടയായി. പറയുന്നത് ഇങ്ങനെയാണ്, ഹൈഡിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവധി ശക്തിയായി ഇറങ്ങി. ഭയങ്കര ഒരു അനുഭവമായിരുന്നു, ഒരു എൻകൗണ്ടർ ആയിരുന്നു എനിക്ക് ഉണ്ടായത്. ഏകദേശം 7-8 ദിവസങ്ങൾ തനിക്ക് ചലിക്കുവാൻ കഴിയാതെ മീറ്റിംഗ് സ്ഥലത്ത് നിന്ന് എടുത്തോണ്ട് വീട്ടിലേക്ക് പോകുന്നു. ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും എടുത്തോണ്ട് പോകുന്ന അവസ്ഥകൾ. ഒരു 7-8 ദിവസങ്ങൾ ഒരു ആത്മാവിന്റെ ഒരു പിടിയിലായിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഒരു പിടിയിലായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, വലിയ രൂപാന്തരങ്ങളിലേക്ക് ദൈവം ഈ സഹോദരിയെ നടത്തി. അത് കഴിഞ്ഞ് മുസാംബിക്കിൽ അവിടെ മടങ്ങിപ്പോയി. ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും
ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഒരു സീസൺ കഴിഞ്ഞപ്പോൾ മൊസാംബിക്കിൽ വലിയ ചലനങ്ങൾ ആരംഭിച്ചു. ആയിരക്കണക്കിന് സഭകൾ, മരിച്ചവർ ഉയർക്കുന്ന സാക്ഷ്യങ്ങൾ. ആ നിലവാരത്തിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചലിക്കുവാൻ കഴിയും. ആമേൻ. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവിന്റെ പിടിയിലേക്ക് അങ്ങനെ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ചിലരെയൊക്കെ പരിശുദ്ധാത്മാവ് അങ്ങ് പിടിച്ചെടുക്കുന്നത് പോലെ. ആമേൻ. ഹല്ലേലൂയ. ഞാനൊരു ദർശനം കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ പെട്ടെന്നൊരു കൈ വന്ന് ഒരു വലിയ കൊയ്തെടുക്കുന്ന ഒരു ദർശനം ബംഗാളിൽ കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുകയാണ് ഭാരതത്തിൽ പലതും അറിഞ്ഞു കിടക്കുകയാണ്. And I heard a great harvest. ഒരു കൈ വരുന്നു. എനിക്കത് മനസ്സിലായി, അത് മാനുഷിക കൈ അല്ല, ഒരു ദൈവത്തിന്റെ കരം വന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ ശക്തീകരിക്കുന്ന a great harvest. അപ്പൊ ഞാൻ എവിടെ പോയാലും ഞാൻ പറയുകയാണ്, സ്വന്തം ഞാനൊരു ദർശനം കണ്ടു. a great harvest. ബംഗാളിലെ മക്കളെ, a great harvest. നിങ്ങൾ അത് പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. പിന്നെ ഞാൻ കണ്ടത്, വീണ്ടും ആ ദർശനത്തിൽ കണ്ടത്, ഒത്തിരി നല്ല ഈ ഗോതമ്പ് മണികൾ നല്ല പ്യൂറായിട്ട് എല്ലാം വളരെ വൃത്തിയാക്കി എല്ലാം ക്ലിയർ ആക്കി സ്വത്രം ഇതിനെ ഇങ്ങനെ ശേഖരിച്ച് കൂട്ടം കൂട്ടമായി ശേഖരിക്കുന്ന അടുത്ത ഒരു ദർശനം കണ്ടു. ഈ ഒരു പടം പോലെ ഒരു പടമാണ് ഞാൻ ആ ദർശനത്തിൽ കണ്ടത്. അനേക സ്ഥലങ്ങളിൽ നിന്ന് ഗോതമ്പൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് അതിനെ ശുദ്ധീകരിച്ച് അതിന്റെ കളകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി ഇതിനെയെല്ലാം ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ കൂട്ടം കൂട്ടമായി കുന്നുകളായി, ഗോതമ്പിന്റെ കുന്നുകളായി. ഹല്ലേലൂയ. A great harvest. ഭാരതത്തിൽ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ദൈവ വേദികളെ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആ വലിയൊരു പിടിയിലേക്ക് നമുക്കൊന്ന് വരാം. പാസ്റ്റർ 10-12 വർഷമായി സിലിഗുരിയിൽ പോകുന്നു, ബംഗാളിൽ പോകുന്നു. ഹല്ലേലൂയ. അനേകർ വന്നു, അനേകർ സ്തോത്ര ശുശ്രൂഷകൾ പ്രാപിച്ചു, അഭിഷേകം പ്രാപിച്ചു, ദർശനം പ്രാപിച്ചു. നമുക്കറിയാവുന്ന പോലെ ഒരു സീസൺ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിശാച് എന്ത് ചെയ്യും? നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് പിശാചിന്റെ പ്രവർത്തികൾ ചെയ്ത് കളകളെ അവിടെ വിതയ്ക്കുവാനിടയായി തീരും. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ എന്തോ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ വിനോദും സുശാന്തിയും അങ്ങനെയുള്ള അനേകർ, സന്തു, സരിത, ഇവരെല്ലാം യാദൃശ്ചികം നമ്മൾ പ്ലാൻ ചെയ്തതല്ല. പക്ഷെ അവിടുന്നും ഇവിടുന്നും ഒക്കെ എല്ലാവരും വീണ്ടും വന്ന് പാസ്റ്ററിനെ മീറ്റ് ചെയ്യുന്ന, ആ ബന്ധങ്ങളെ പുതുക്കുന്ന ഒരു ദൈവപ്രവൃത്തിയായി അത് മാറി. പ്രതാപ് 200 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂള്. ഹല്ലേലൂയ. ഭയങ്കര സംഭവങ്ങളാണ് ഇപ്പം ബംഗാളിൽ നടക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. അതിന്റെ വായിൽ ദൈവം ഒരു വാക്ക്, ഒരു ഫ്രേസ് ഹിന്ദിയിൽ ഇട്ടൊന്ന് ഞാനൊന്ന് പറയാം. ഇപ്പൊ പാഴും ശൂന്യമായി കിടന്ന, ചെതറിക്കിടന്ന, വിരൂപമായി കിടന്ന, കാണാൻ ഒട്ടും സൗന്ദര്യമില്ലാതെ സൗന്ദര്യം നഷ്ടപ്പെട്ട് കിടന്നതിനെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവിനാൽ പാഴും ശൂന്യമായി കിടന്ന ആ ഭൂമിയുടെ മീതെ പരിശുദ്ധാത്മാവ് ചലിച്ചു. ദൈവത്തിന്റെ വചനം വന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം അസ്ഥി താഴ്വരകളുടെ മധ്യത്തിൽ എസെക്കിയേലിനെ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ച് ദൈവത്തോട് സ്വർഗത്തിന്റെ മഹാപദ്ധതികളെ, സ്വർഗത്തിന്റെ ഇഷ്ടത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് ഒരു മനുഷ്യനെ കിട്ടിയപ്പോൾ ദൈവം തന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതികളെ ആരംഭിക്കുകയാണ്. ഈ വർഷത്തിന്റെ ആരംഭങ്ങളിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തോട് പാർട്ണർ ചെയ്യുന്ന ഒരു എസെക്കിയേലിനെ ദൈവം അന്വേഷിക്കുന്നു. ആ എസെക്കിയേൽ നീ ആയി തീരുമോ? ദൈവസഭയായി തീരുമോ? ഹല്ലേലൂയ. ചിതറിക്കിടക്കുന്നതിനെ തിരിച്ചു പിടിക്കുവാൻ ദൈവത്തിന് ഇന്നും ഒരു മനുഷ്യനെ വേണം, ഇന്നും ഒരു പ്രവാചകനെ വേണം, ഇന്നും ഒരു ദൈവത്തിന്റെ വാ വേണം, ദൈവത്തോട് കൂടെ പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. जो विरूप था, जो गुरूप था, जो बिखर गया था, जो बिगड़ गया था, परमेश्वर अपनी आत्मा के द्वारा उसे समेट रहे हैं. हालेलुया. इन वाइल आ वाक्यങ്ങൾ ദൈവം ഇട്ടു തന്നു. जो विरूप था, जो बिगड़ गया था, जो कुरूप हो गया था, जो बेकार हो गया था, परमेश्वर अपनी आत्मा के द्वारा उसे समेट रहे हैं. हालेलൂയ. ഒരു സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഹാലേലൂയ. ബംഗാളിൽ മാത്രമല്ല നമ്മുടെ മധ്യത്തിലും ഈ ദൈവസഭയിലും പാഴും ശൂന്യമായി ചെതറിക്കിടക്കുന്ന, സൗന്ദര്യം നഷ്ടപ്പെട്ട അനേകരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ചേർത്ത് പിടിക്കുക. തന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന, അതിൽ ജീവൻ കൊണ്ടുവരുവാൻ കഴിയുന്ന, അതിനെ ഒരു മഹാസൈന്യമാക്കുവാൻ കഴിയുന്നത്, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മോട് കൂടെ. ഇന്ന് ചെതറിക്കിടക്കുന്ന അസ്ഥികളെ നമുക്ക് കാണാം. പക്ഷെ ദൈവത്തിന് ആവശ്യം കണ്ടത് പറയുന്ന ഒരു വ്യക്തിയെ അല്ല, ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നതിനെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന, ദൈവത്തോട് ടീമപ്പ് ചെയ്യുവാൻ ദൈവത്തിനൊരു വാ വേണം, ദൈവത്തിനൊരു കണ്ണു വേണം, ദൈവത്തിനൊരു കൈ വേണം. ഹല്ലേലൂയ. ഭാരതത്തിൽ ഒരു വലിയ കൊയ്തെടുക്കുവാൻ അന്ത്യകാല ശുശ്രൂഷകന്മാരെ, അന്ത്യകാല ദൈവസഭയിൽ അന്ത്യകാല ദൈവപ്രവർത്തികൾക്ക് വേണ്ടി പക്വത പ്രാപിച്ച ചില പുത്രിമാര് പുറത്തു വരണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ അസ്ഥി താഴ്വരകളുടെ കഥകൾ പറയുവാനല്ല, ചിതറിക്കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികളുടെ കഥകൾ പറയുന്നല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളെ, അസ്ഥി താഴ്വരകളെ, അടഞ്ഞു കിടന്ന അവസ്ഥകളെ, ശാപത്തിന് കീഴിൽ കിടന്ന ദേശങ്ങളെ, അങ്ങനെയുള്ള ജനകോടികളെ അവരെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ, അവിടെ സ്വർഗം വെളിപ്പെടുത്തുവാൻ, അവിടെ ഒരു വലിയ കൊയ്തെടുക്കുവാൻ, അവിടെ ആത്മാക്കളെ ശേഖരിക്കുവാൻ, അവരെ ശിഷ്യത്വത്തിൽ വളർത്തുവാൻ, അവിടെ വലിയ ഒരു ദൈവസഭ ഉളവാക്കുവാൻ, ദേശത്തെ
അടക്കി വാഴുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ദൈവസഭകൾ ഉളവാകുവാൻ അല്പസമയം നമുക്കൊന്ന് ഏറ്റെടുക്കാം. വിഷയങ്ങൾ പറയുവാൻ, പ്രശ്നങ്ങൾ പറയുവാൻ, അസ്ഥി താഴ്വരകളാണല്ലോ, ഉണങ്ങിയ അസ്ഥികളുണ്ടല്ലോ, അയ്യോ അത് ഒത്തിരി ഉണങ്ങിയല്ലോ എന്ന് പറയുന്ന ഫാക്ടുകൾ പറയുന്ന അത് വേണം, ഫാക്ടുകൾ വേണം. പക്ഷേ ഫാക്ടുകളുടെ മെയ്തെ ഫെയ്ത്ത് സംസാരിക്കുവാൻ കഴിയുന്ന, ഫാക്ടുകളുടെ മെയ്തെ സത്യം സംസാരിക്കുവാൻ കഴിയുന്ന, ഫാക്ടുകളുടെ മീതെ ദൈവത്തിന്റെ ജീവൻ സംസാരിക്കുവാൻ കഴിയുന്ന, നരകത്തിന്റെ പ്രവർത്തികളുടെ മധ്യത്തിൽ സ്വർഗത്തെ തുറന്നു വിടുവാൻ കഴിയുന്ന, സ്വർഗത്തെ കൊണ്ടുവരുവാൻ കഴിയുന്ന അങ്ങനെ ഒരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കുക. ആ തലമുറയിൽ ഞാനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് വീശി, I am part of that generation. I am part of that generation. I am part of that generation. Hallelujah. നാം വീണ്ടും വീണ്ടും കേൾക്കുന്നത് പോലെ പിശാച് നമ്മെ ഉപദ്രവിക്കുകയല്ല, നമ്മെ പീഡിപ്പിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് പിശാചിനെ ബന്ധിക്കുന്ന, പിശാചിന്റെ പ്രവർത്തികളെ അയച്ചു കളയുന്ന, പിശാചിനെ കെട്ടുന്ന, പൈശാചിക കോട്ടകളെ തകർത്ത് കളയുന്ന, പൈശാചിക ഗേറ്റുകളെ വലിച്ചു കീറുന്ന നമുക്കത് ഏറ്റെടുക്കാം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അഭിഷേകം ചതിക്കുക. അതെ, ദാവീദ് ആട്ടിൻകുട്ടിയെ സിംഹത്തിന്റെ വായിൽ നിന്നൊക്കെ കീറി എടുത്തതുപോലെ പൈശാചിക പ്രവർത്തികളെ അഴിക്കുവാൻ, അതിനെ തകർക്കുവാൻ, എവിടെ കണ്ടാലും അതിനെ കീറുവാൻ, അതിന്റെ പ്രവർത്തികളെ അറസ്റ്റ് ചെയ്യുവാൻ കഴിയുന്ന ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വിശ്വസിക്കുമ്പോൾ തന്നെ വിടുതലുകൾ. ഇന്ന് ഈ പാട്ട് പാടുമ്പോൾ തന്നെ ദൈവത്തിന്റെ റുവ കാറ്റ് നമ്മുടെ മധ്യത്തിൽ വീശുകയാണ്. The Ruah wind of God. Hallelujah. ദൈവത്തിന്റെ കിഴക്കൻ കാറ്റ്, ദൈവത്തിന്റെ വടക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്. The four winds of the Holy Spirit. അല്പസമയം ആ കരങ്ങൾ അടിച്ച്, ആ കരങ്ങൾ അടിച്ച് 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 We welcome the wind of the Holy Ghost. We welcome the wind of the Holy Ghost. സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസ്ഥി സൈന്യമാ നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, അസ്ഥി സൈന്യമാ നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമാ നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. പരിശുദ്ധ റൂഹ, കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ആമേൻ, ആമേൻ. Praise God.